പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും മാൾഡയിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിനിരയായ ഹിന്ദു കുടുംബങ്ങളെ ഇന്ന് ഗവർണർ CV ആനന്ദബോസ് സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഗവർണറുടെ സന്ദർശനം. ഇന്നലെ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ സുകാന്ത മജുംദാറിനൊപ്പം ഇരകൾ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ എന്താണ്? വീണ, ഇന്നിപ്പോൾ ഗവർണർ CV ആനന്ദബോസും മാൾഡയിലേക്ക് ഇപ്പോഴുള്ള യാത്രയിലാണ്. അദ്ദേഹം ഇന്ന് മാൾഡയിൽ അവിടെ ഒരാഴ്ച മുമ്പായിരുന്നു സമാനമായ രീതിയിലുള്ള അക്രമം ഉണ്ടായത്. അവിടെ ഇരകളെ സന്ദർശിക്കും. മാത്രമല്ല, ഈ മുർഷിദാബാദിൽ നിന്നും ഈ അക്രമത്തെ തുടർന്ന് പലായനം ചെയ്ത ഹിന്ദു കുടുംബങ്ങൾ, ഏതാണ്ട് 500-ലധികം കുടുംബങ്ങളാണ് അവിടെ നിന്നും പലായനം ചെയ്തത്. ഇതിൽ ഭൂരിഭാഗം പേരും അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ മാൾഡയിലാണ്. മാൾഡയിലെത്തി ഈ മുർഷിദാബാദിലെയും അതേപോലെ തന്നെ മാൾഡയിൽ നേരത്തെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇരകളെയും കുടുംബങ്ങളെയും ഇന്നിപ്പോൾ CV ആനന്ദബോസ് അവിടെ സന്ദർശിക്കും. മാത്രമല്ല, അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ജില്ലാ ഭരണകൂടവുമായും ഇന്ന് വ്യക്തമായ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സംസ്ഥാന ഭരണകൂടം, പോലീസ് വേണ്ട രീതിയിൽ കേസുകളടക്കം കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഇരകളടക്കം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗവർണറെ രാജ്ഭവനിലെത്തി ഇരകൾ നേരിട്ട് കണ്ട് ഈ സ്ഥിതിഗതികൾ അദ്ദേഹത്തിന് മുന്നിൽ ബോധിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലെത്തി ആഭ്യന്തര മന്ത്രാലയവും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ ഇരു മന്ത്രാലയങ്ങളെയും ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അദ്ദേഹം ഈ ഇരകളെ നേരിട്ട് കണ്ട് എന്താണ് അവിടുത്തെ ഇപ്പോൾ തൽസ്ഥിതി എന്നുള്ള മനസ്സിലാക്കുവാൻ വേണ്ടി ഈ മാൾഡയിലും മുർഷിദാബാദിലും സന്ദർശനം നടത്തുന്നത്. ഇന്നിപ്പോൾ മാൾഡയിൽ സന്ദർശനം നടത്തി. ഇന്ന് അദ്ദേഹം മാൾഡയിൽ തന്നെയായിരിക്കും വിശ്രമിക്കുക. നാളെയായിരിക്കും മുർഷിദാബാദിലേക്ക് എത്തി അവിടെയുള്ള ഇരകളെ സന്ദർശിക്കുക. കഴിഞ്ഞ 11-ാം തീയതിയാണ് മുർഷിദാബാദിൽ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയതിന് പിന്നാലെ 11-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച സമാനതകളില്ലാത്ത അക്രമമായിരുന്നു മുർഷിദാബാദിലുണ്ടായിരുന്നത്. ഹിന്ദു ഭവനങ്ങൾക്കും അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, വാഹനങ്ങളൊക്കെ തന്നെ അടിച്ചു തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്ത വലിയ ഭീകരമായ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസ് അവിടെ നിഷ്ക്രിയമായിരുന്നുവെന്നും കേന്ദ്ര സേനയുടെ ആവശ്യം അവിടെ സ്ഥിരമായി വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ മുർഷിദാബാദിലെ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അതും ഒരുപക്ഷെ കേന്ദ്രം സ്ഥിരമായി അവിടെ BSFൻ്റെ ക്യാമ്പ് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നുള്ളതാണ്. ഏതായാലും CV ആനന്ദബോസിൻ്റെ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക. വീണ.